ഷിഫാ ബിൻതു അബ്ദുല്ലാഹിൽ അദവിയ റളിയല്ലാഹു അൻഹാ. സ്വഹാബിയത്തായ ഒരു പെണ്ണാണ്, മഹദിയാണ് ഷിഫാ ബീവി. പേര് ഷിഫാന. നോക്കണേ, ഷിഫാ ബീവി ആണെങ്കിലോ രോഗം വന്ന ആളുകൾക്ക് ഷിഫക്ക് കാരണമായ റുഖിയ ചെയ്തിരുന്ന മഹദിയാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചൂതി കൊടുക്കുക. മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ എന്താ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ? മെല്ലെ പറയാന്നല്ലേ, ചെവിയിൽ മന്ത്രിച്ചു മെല്ലെ പറഞ്ഞു എന്നല്ലേ അർത്ഥം. ആയത്തുകളും ദുആകളും അദ്കാറുകളും ഷിഫാഇന്റെ ആയാത്തുകളുമൊക്കെ മെല്ലെ ഓതിയിട്ട് രോഗിയുടെ തലയിലോ മുറിവിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പനീയത്തിലോ ഊതിക്കൊടുക്കുന്നത് അത് ഷിഫാഇന്റെ ഒരു കാരണമാണ്. അത് മാത്രം ചെയ്യണം, വേറൊന്നും ചെയ്യരുത് എന്നൊരിക്കലും ക്ഷണിക്കാൻ പാടില്ല. 7 ഫാത്തിഹ ഓതിയാൽ ഒരുവിധം വിഷമടക്കം ഇറങ്ങുന്നതാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കാണാൻ പറ്റും. റുഖിയയെ സംബന്ധിച്ച് വന്ന ഹദീസ്. പാമ്പ് കടിച്ചിട്ട് ഇന്ന സയ്യിദൽ ഖൗമി സലീം, ആ ഒരു കുടുംബനാഥന് പാമ്പ് കടിയേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരൊരു യാത്രാസംഘം ഒരു നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ഗ്രാമക്കാര് വന്ന്, ആ ഗ്രാമീണർ ഗോത്രത്തലവൻ പാമ്പ് കടിച്ചിരിക്കുന്നു എന്ന് വന്ന് പറഞ്ഞിട്ട് ഹൽ മിൻകും മിൻ റാഖ്, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിച്ചൂതുന്നവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് വലിയ വിഷമുണ്ടായിരുന്നു. അവര് വിശന്ന് നടക്കുകയാണ്. ആ നാട്ടുകാരും അവർക്ക് അന്നവും വെള്ളവും ഒന്നും കൊടുത്തില്ല, അതിന്റെ സൗകര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പൊ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളിൽ മന്ത്രിച്ചൂതുന്നവരുണ്ട്. അവർക്കത് അറിഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല. ഖുർആനുണ്ട് കൂടെ എന്നാ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഊതിത്തരാം, പക്ഷേ നിങ്ങളുടെ രോഗം മാറിയാൽ ഞങ്ങൾ പട്ടിണി കിടന്ന് ജീവിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങൾ നൽകണം. അത് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തരാന്ന് പറഞ്ഞു. തരാ, എന്താ വേണ്ട? ഖതീഅം മിനൽ ഗനം, ഒരു കൂട്ടം ആട് വേണം എന്ന് പറഞ്ഞു. ഒരു വലിയൊരു യാത്രാ സംഘമാണ് ഇവര്. അവർ പറഞ്ഞു, ഞങ്ങൾ തരാം, ഞങ്ങളുടെ നേതാവിന്റെ രോഗം ശിഫയായാലും മതി എന്ന് പറഞ്ഞു. പാമ്പ് കടിച്ചതാ, കൊണ്ടുവന്ന് കിടത്തി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണിത്. മന്ത്രിച്ചൂതി എന്താ ഊതിയെന്നറിയോ? 7 തവണ ഫാത്തിഹ. 7ാമത്തെ തവണ അങ്ങ് ഊതിയിട്ടങ്ങ് ഊതിയപ്പോ ബോധം കെട്ട് ശരീരമാസകലം പോയിസൺ ബാധിച്ചുകൊണ്ട് കിടക്കുന്ന ഈ മനുഷ്യൻ എണീറ്റു. കഅന്നമാ നശിത മിൻ ഇഖാൽ, ബോധം കെട്ട് വീണ മനുഷ്യന് ബോധം തെളിയുന്ന പോലെ അയാൾ എഴുന്നേറ്റിരുന്നു. അങ്ങനെ അവർക്ക് ആടും പറ്റത്തെ കൊടുത്തു. ആട്ടിൻപറ്റങ്ങളെയും കൊണ്ട് തെളിച്ചു പോന്നു ഹബീബിന്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളോട് ചോദിച്ചു, നബിയേ, അവരാദ്യം പറഞ്ഞു, ഇതാരും തുടരുത്, ആടിനിറക്കേ അതിന്റെ പാല് കറക്കേ ഒന്നും ചെയ്യരുത്, കാരണം ഇത് നമ്മൾക്ക് പറ്റൂലേ എന്ന് തങ്ങളോട് പോയി ചോദിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ആടിൻപറ്റങ്ങളെയും തെളിച്ചുകൊണ്ടാ കൊണ്ടുപോയത്. തങ്ങളോട് കഥ പറഞ്ഞു, നബിയേ, വമാ അദ്റാക അന്നഹാ റുഖിയ, അബൂ സഈദേ, നിങ്ങൾ ചെയ്തത് തന്നെയാണ് റുഖിയ. ഇതിനാ റുഖിയ എന്ന് പറയാം, മന്ത്രിച്ചൂത എന്നാ പറയാ. നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണോ സ്വാലിഹായ ഒരു ആണോ അവരുടെ നാവിലൂടെ ശുദ്ധമായ വായയാണ് എന്ന് പറഞ്ഞാൽ നുണയും വഞ്ചനയും ഗീബത്തും നമീമത്തൊന്നും പറയാത്ത മനുഷ്യനാണ്. അത്തരം ആളുകൾ അള്ളാഹുവിന്റെ നാമം അള്ളാഹുവിലേക്ക് ഖൽബ് കൊടുത്ത് ഇഖ്ലാസോടുകൂടെ 7 ഫാത്തിഹ ഒരു ഗ്ലാസ് വെള്ളത്തിലോ മറ്റോ ഊതിക്കൊടുത്താൽ രോഗിക്ക് ശിഫ കിട്ടിയിരിക്കുന്ന അള്ളാഹുവിന്റെ ഖലാ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളുണ്ടതിന്. പക്ഷെ തങ്ങൾ പറഞ്ഞു, തദാവൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ പടപ്പുകളെ, രോഗത്തിന് മരുന്ന് കുടിക്കണം, ആശുപത്രിയിൽ പോകണം. നബി നിങ്ങൾ പറഞ്ഞു, ആശുപത്രിയിൽ പോകണം, ഡോക്ടറെ കാണണം. തങ്ങൾ കണ്ടിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് ഇബ്നു കിൽദ എന്ന് പറയുന്ന വലിയൊരു ഡോക്ടർ ഹബീബിനെ കാണാൻ വന്നിട്ടുണ്ട്. തങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഡോക്ടർമാർ നബി തങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മന്ത്രിച്ചൂതുകയും വേണം, രണ്ടും വേണം. മന്ത്രിച്ചൂതരെ മാത്രം മതി, മരുന്നുടിക്കേണ്ട, അങ്ങനെയും പറയരുത്. മരുന്നുടിച്ചാൽ മാത്രം മതി, റുഖിയ ചെയ്യരുത്, അങ്ങനെയും പറയരുത്. രണ്ടും ചെയ്യണം, രണ്ടും കൂലിയുള്ള കാര്യമാണ്. തദാവൂ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ പടപ്പുകളെ നിങ്ങൾ മരുന്ന് കുടിക്കണേ. നമ്മുടെ ഹബീബ് നമ്മളോട് പറയാ, ഫഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വവദഅ ലഹു ദവാ, ഏത് രോഗത്തിനും അല്ലാഹു തആല മരുന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ മരുന്ന് അലിമഹു മൻ അലിമ, അതറിയുന്നവർക്കറിയാം, വജഹിലഹു മൻ ജഹില, അറിയാത്തവർക്ക് ആ മരുന്ന് അറിയില്ല. പക്ഷേ മരുന്നുണ്ട്, മരുന്നില്ല എന്ന് പറയരുത്, മരുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തണം. ആ ഒരൊറ്റ ഹദീസ് കൊണ്ടാണ് മഹാനായ ഇബ്നു നഫീസ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ചുള്ള പഠനം നടത്തിയത്. ആ ഒരു പഠനമാണ് അബുൽ ഖാസിം അസ്സഹ്റാവി എന്ന് പറയുന്ന മിഡീവൽ കാലഘട്ടത്തിലെ ഇസ്ലാമിക പണ്ഡിതൻ സർജറി നടത്തിയത്. സർജിക്കൽ ടൂൾസ് കണ്ടെത്തിയ ആളാണ് ഇദ്ദേഹം.
ആ ഒരു ഹദീസിന്റെ പേരിലാണ് ഇബ്നു സീനയുടെ ഖാനൂൻ ഫി തിബ് എന്ന കിതാബ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ലോകത്ത് അബൂബക്കർ റാസിയുടെ പഠനങ്ങൾ നടക്കുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ രോഗത്തിനും അല്ലാഹ് ശിഫ വെച്ചിട്ടുണ്ട്. അത് വല്ലാത്തൊരു അത്ഭുതമുള്ള ഹദീസാണ്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അതറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയില്ല. പക്ഷേ എല്ലാ രോഗത്തിനും അല്ലാഹ് മരുന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷിഫാഇന്റെ കാരണങ്ങളിൽ വലിയൊരു കാരണമാണ് റുഖിയ. റുഖിയ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ചു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തലവേദനയോ പനിയോ വന്ന് വേഗം നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ഉമ്മമാർക്ക് ഒരു 7 ഫാത്തിഹ ഓതി തലയിൽ ഊതി കൊടുക്കാം. വാപ്പാർക്ക് അത് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഉസ്താദുമാരോ ആലിമീങ്ങളോ സയ്യിദന്മാരോ ഉണ്ടെങ്കിൽ റാഹത്തായി. നിങ്ങളൊക്കെ അത് പരീക്ഷിക്കണം എന്നല്ല, അത് ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ മരുന്ന് കൊടുത്തോ, പാരസെറ്റമോൾ കൊടുത്തോ, അഡോള് കൊടുത്തോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ റുഖിയ അതൊരു ബറക്കത്താണ്. അതൊരു ബറക്കത്താണ് റുഖിയ. അങ്ങനെ റുഖിയ ചെയ്തിരുന്ന ഒരു സഹാബിയത്താണ് ഷിഫാ ബിൻതു അബ്ദില്ലാഹിൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. അവർ എഴുത്തും വായനയും അറിഞ്ഞിരുന്ന സാക്ഷരതയുള്ള പണ്ഡിതയായിരുന്നു. അങ്ങനെ അവർക്ക് എഴുത്തും വായനയും അറിയുമെന്ന് നബി തങ്ങൾ അറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എൻ്റെ ഭാര്യയായ ഹഫ്സ ബീവിക്ക്. ഹഫ്സ ബീവി ആരാ? ഉമർ റളിയല്ലാഹുവിന്റെ മോളാണ്. ഉമർ തങ്ങളുടെ മോളാണ് ഹഫ്സ ബീവി. നബിയുടെ ഭാര്യയായ ഹഫ്സ ബീവിക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഹഫ്സ ബീവിക്ക് ട്യൂഷൻ എടുക്കാൻ നിങ്ങൾ വരണേ എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഹഫ്സക്ക് നിങ്ങൾ എഴുത്തും വായനയും പഠിപ്പിക്കണേ എന്ന് ഷിഫാ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞത് ഹദീസിലുണ്ട്. ബീവി നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ, ഞാൻ റുഖിയ ചെയ്യുന്ന പെണ്ണാണ്. റുഖിയ ചെയ്യുന്ന പെണ്ണാണ്. പാമ്പ് കടിച്ചതും വിഷം കയറിയതും സിഹർ സംഭവിച്ചതും കണ്ണേറ് കൊണ്ടതും ഒക്കെ ഉണ്ട്. അതൊക്കെ ദീനിലുള്ള കാര്യങ്ങളാണ്. കണ്ണേറ് എന്നൊക്കെ നമ്മൾ വലിയ അന്ധവിശ്വാസമാണ് എന്ന്. അൽ ഐനു ഹഖ്ഖുൻ ഖാല റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. കണ്ണേറ് സത്യമാണ്. ഞാൻ അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാൽ മതി. അങ്ങനെ സംഭവം ഉണ്ട്. എന്താണത് എന്ന് ഒരു ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റൂല. ചില ആളുകളുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ, ചില ആളുകളുടെ ചില നോട്ടങ്ങൾ, അതിലൂടെ പിശാചിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് സത്യമാണ്. അത് വിശ്വസിക്കുന്നതിന് 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമിനൊന്നും ഒരു കുഴപ്പമില്ല. അത് 40-ാം നൂറ്റാണ്ടിലും വിശ്വസിക്കാൻ ഒരു കുഴപ്പമില്ല. അത് ഹഖാൻ, ഹബീബിന്റെ ഹദീസാണത്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. നാട്ടിലുണ്ടാവും അതിൻ്റെ അനുഭവങ്ങളൊക്കെ. ചില ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് നല്ല കാഴ്ച കിടക്കും, തെങ്ങ് എന്താ ഇപ്പം ഇങ്ങനെയല്ലേ, കുട്ടികളും മക്കളായിട്ട് കുറേ ഉണ്ടല്ലോ, 2 ദിവസം കൊണ്ടങ്ങ് ഒഴിഞ്ഞു വീഴുന്നതൊക്കെ. പിന്നെ തെങ്ങിൽ ജന്മത്തിൽ അതിൽ കായ ഉണ്ടാവില്ല. ചില ആളുകൾ അങ്ങനെയാണ്. അവർക്കത് പറയാതിരിക്കാം. അവരെന്ത് മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ ആ കേട് തീരും. പക്ഷെ അവർക്ക് പറയാൻ തോന്നൂല. എന്തെങ്കിലും ചെറിയ കുട്ടികൾക്കും മാഷാ അല്ലാ എന്ന് പറയണത് പറയാണ്ട് നല്ല മൊഞ്ചുള്ള കുട്ടിയാണല്ലോ എന്നങ്ങ് പറഞ്ഞ ആ കുട്ടിക്ക് പിന്നെ അസുഖങ്ങളോട് അസുഖം. ചില ആളുകൾ, ഇത് അന്ധവിശ്വാസമല്ല, ഇത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, തങ്ങളുടെ ഹദീസാണിത്. പിന്നെന്താ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം? അൽ ഐനു ഹഖ്ഖുൻ, അത് സത്യമാണ്. ഒരു സ്വഹാബി തലകറങ്ങി വീണിട്ടുണ്ട് നബി തങ്ങളുടെ കാലത്ത്. സഹൽ റളിയല്ലാഹു അൻഹു തലകറങ്ങി വീണു. ഒരു കുളം ഉണ്ടായിരുന്ന മദീനത്ത്. അത് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. മുപ്പര് കുപ്പായ കഴിച്ചപ്പോൾ നല്ല ഭംഗിയുള്ള മനുഷ്യനായിരുന്നു, നല്ല തൊലി നിറമുള്ള ആളാ. ആരോ ഒരു കണ്ണൻ അവിടെ ഉണ്ടായിരുന്നു. ഇവരങ്ങ് തലകറങ്ങി വീണു. അങ്ങനെ സ്വഹാബികൾ ഇവരെ നബി തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തി. നബി തങ്ങൾ ചോദിച്ചു, എന്താ സംഭവിച്ചത്? പറഞ്ഞു, നബിയെ കുളിക്കാൻ വേണ്ടി നല്ല റാഹത്തിൽ ഇറങ്ങിയതാ, പിന്നെ വീണടക്കണതാ കണ്ടത്. തങ്ങളിങ്ങനെ ചോദിച്ചു, ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അപ്പൊ ഒരാളുടെ പേര് പറഞ്ഞു. അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അയാളെ വിളിക്കുന്നു പറഞ്ഞു. തങ്ങൾ അയാളോട് വരാൻ വേണ്ടി പറഞ്ഞു. തവല്ല, വുളു എടുക്കുന്ന് പറഞ്ഞു. എന്നിട്ട് അയാളുടെ വുളുഇന്റെ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കാൻ പറഞ്ഞു. മുഖം കഴുകുമ്പോൾ ആ ഉറ്റുന്ന വെള്ളം എടുത്തു, കൈ കഴുകി, തല കാലൊക്കെ കഴുകി ആ വെള്ളമൊക്കെ എടുത്തു. എന്നിട്ട് ഈ ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ദേഹത്ത് വിതറാൻ വേണ്ടി പറഞ്ഞു, സ്പ്രേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അയാളെ കഴിക്കുന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു സഹോദരൻ അല്ലാഹു ഒരു നിഅമത്ത് ചെയ്താൽ ഫബർരികൂ ബാറക്കല്ലാഹ് എന്ന് പറയണം. നമ്മളെക്കാളും ആരോഗ്യവും ഭംഗിയും ചൊറുക്കൊക്കെ ഉണ്ടെങ്കിലേ ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നാ പറയാ. ചൊറുക്ക് എന്നല്ല പറയാ, കണ്ണേറായി പോകും. ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെക്കാളും അനുഗ്രഹമുള്ള ആളുകളെ കാണുമ്പോ ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ഭംഗിയുള്ള പുതിയാപ്പിളയും പുതിയ എണ്ണുമാണ്, നല്ല ചേർച്ചുള്ള ഭാര്യയും ഭർത്താവും അല്ലേ, ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അങ്ങനെ പറയാ, എന്നല്ലാതെ കണ്ണു കുളിച്ചു പോരരുത്. സിഹർ അതുപോലെയുള്ള മാരണങ്ങൾ എന്ന് പറയേണ്ടതില്ല. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഈ ഒരു ദുൽമ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഞാൻ അഭിപ്രായപ്പെടല്ലോ, ഇത് നമ്മളെ നാട്ടിലൊക്കെ വേദന പറയുന്ന എല്ലാ ഉസ്താദുമാരും വരെ അവസാനം 5 മിനിറ്റെങ്കിലും ഈ സിഹറിന്റെ ഉപദ്രവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒന്നുമല്ല, ഇസ്ലാമെന്ന് പുറത്തു പോകുന്നത് ചെയ്യുന്ന ആളുകൾ.
അത് കൊള്ളുന്ന ആളുകൾ അവർക്ക് അല്ലാഹു വലിയ കൂലി കൊടുക്കും. കാരണം അവര് മുതദർരിറാണ്, വിഷമം അനുഭവിക്കുന്ന ആളാണ്, മദ്ലൂമ, ദുൽമ ചെയ്യപ്പെട്ട ആളാണ്. സിഹർ ചെയ്യുന്ന ആളോ ളാലിമാണ്, അക്രമിയാണ്. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കുറ്റമാണ് മാരണം. എന്തേ മാരണം എന്ന് പറഞ്ഞറിയോ? പിശാചിന്റെ സേവ ചെയ്യുന്ന മനുഷ്യനോട് പോയിട്ടേ ഇന്നാലിന്ന മനുഷ്യന് ഉപദ്രവം ചെയ്യണം, പേരും ഉമ്മാന്റെ പേരും നാടും പറഞ്ഞു കൊടുക്കും. ആ മനുഷ്യന് ഉപദ്രവം സംഭവിക്കുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ തന്നെയാണ് അത് സംഭവിക്കുന്നത്. അല്ലാഹു അനുമതി കൊടുത്തില്ലെങ്കിൽ ഒരു പിശാചിനും ആരെയും ഇടപെടാൻ കഴിയില്ല. പക്ഷേ റബ്ബിന്റെ അധികാരത്തിന്റെ കീഴിൽ തന്നെയാണ് അതൊക്കെ സംഭവിക്കുന്നത്. അസുഖങ്ങൾ വരുന്നില്ലേ എന്ന പോലെ പിശാചിന്റെ ഇടപെടലുണ്ടാവും. അസൂയക്കാർ, കണ്ണുകടി എന്നൊക്കെ പറയില്ലേ, ഒരു മനുഷ്യൻ നന്നാവുന്നത് ഇഷ്ടമില്ല, ഒരു മനുഷ്യന്റെ സൽപ്പേര് ഇഷ്ടമില്ല, ഒരു മനുഷ്യന് ഗുണം വരുന്നത് ഇഷ്ടമില്ല. അസൂയ എന്ന് പറയാ. തീ വിറക് തിന്നുന്ന പോലെ നിങ്ങളുടെ നന്മകൾ മുഴുവനും നിങ്ങളുടെ അസൂയ കൊണ്ട് ചോർന്നു പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളെ, സഹോദരിമാരെ വല്ലാതെ ശ്രദ്ധിച്ചോളൂ. പിശാചാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ മാറ്റി നിർത്തി പിശാചിന്റെ സഹായം തേടുന്ന പരിപാടിയാണ് സിഹിർ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവേതര ദൈവങ്ങൾ ആരാധിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. സിഹിർ ചെയ്യുന്നവരുണ്ട്, ഉപദ്രവിക്കുന്നവരുണ്ട്, ഉപദ്രവിക്കാത്തവരുണ്ട്. പക്ഷെ ഉപദ്രവിക്കുന്ന പണി ചെയ്യുന്ന ആളുകൾ, അത്തരം ആരാധനകളിൽ പർദ്ദക്കെട്ട അന്തസ്സിൽ പോയി ലൈന് നിൽക്കുന്നത് എത്രയോ ആളുകൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, പച്ച സിഹിർ ചെയ്യാനാ പോയിരിക്കുന്നത്. പള്ളിന്റെ മുമ്പിലല്ലത്. എന്തിന്? ഉപദ്രവിക്കുക. അയൽപക്കത്തെ കുട്ടികൾ ഗൾഫിലാ, ഒരു തല കുത്തി കണ്ട് തിരിച്ചു വരണം. ഈ മനുഷ്യൻ ആരോഗ്യത്തിൽ നടക്കുകയാണ്, അവനവിടെ കിടക്കണം. ഇവിടെ കച്ചവടം തുടങ്ങി, കച്ചവടക്കാർക്ക് സിഹിർ ചെയ്യും. എന്തൊരു ലോകത്ത് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയും ബംഗാളികളാണ് ചെയ്തിരുന്നത്. ഗൾഫിലൊക്കെ ബംഗാളികളെ വലിയ പേടിയാണ്, അവർ ഇത് ചെയ്യുന്ന കോഴിമുട്ടം എഴുതി കൊണ്ടുവന്നാ പറയാ. അവരെടുത്ത് പോയി കച്ചവടം ചെയ്ത് അവർ ഓടിക്കും. എന്തേ? മാരണം ചെയ്യും. ഉറങ്ങാൻ പറ്റൂല. പിന്നെ പാമ്പും തേളൊക്കെ കാണാം, ഉറക്കത്ത് ഞെട്ടി ഉണരും, എഴുന്നേറ്റ് ഓടും. കച്ചവട സ്ഥാപനത്തിലേക്ക് പോകാൻ തോന്നൂല. ചെയ്യുന്ന മുഴുവൻ പേപ്പർ വർക്കും ഫെയിലാവും. ഇൻസ്പെക്ഷൻ വന്ന ഫൈന്, തൊട്ടതിന് മുഴുവനും കുറ്റങ്ങൾ. ഒരു കാര്യം ശരിയാവില്ല, കാരണം മനസ്സിലാവില്ല. അപ്പോഴറിയാം മാരണ പരിപാടി സിഹിർ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്ന പല അറബ് രാജ്യക്കാരുണ്ട്. ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഈസ്റ്റ് ആഫ്രിക്കൻ അറബ് രാജ്യങ്ങൾ ഈ പണി നല്ലോണം ചെയ്യുന്നൊരു നാട്ടുകാരാണ്. നമ്മുടെ രാജ്യക്കാരുണ്ട്, മലേഷ്യയിലുണ്ട്, ഇന്തോനേഷ്യ പറയും വേണ്ട. സിഹിറിന്റെ കൂടാരങ്ങളുണ്ട് അവിടെ, മാരണങ്ങൾ ചെയ്യാൻ. നമ്മുടെ നാട്ടിലുണ്ട് ഈ പരിപാടി. ഇസ്ലാം എന്ന് പുറത്തു പോകും, ദീനിന്ന് പുറത്തു പോകും. പിന്നെ പള്ളിക്കാട്ടിലെല്ലാം ഞങ്ങളെ കൊണ്ടുപോയി മറവ് ചെയ്യാം. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പണിയാണത്. നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, ഉംറ ചെയ്തിട്ടും കാര്യമില്ല, നിസ്കാരത്തായമ്പുണ്ടായിട്ടും കാര്യമില്ല, കയ്യിൽ തസ്ബീഹ് പിടിച്ചിട്ടും കാര്യമില്ല. സിഹർ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ? മാരണം ചെയ്യാൻ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് പോകുന്നുണ്ടോ? ആരെങ്കിലും ഉപദ്രവിക്കുന്ന പണി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക. റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ തൗബ ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ഇത് അറിയാത്തത് കൊണ്ടല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലാഹു ഗാഫിലുൻ അമ്മാ യഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പണി അല്ലാഹു അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണും കരളും ഹൃദയവും പേടിച്ചു പോകുന്ന ഒരു നാളിലേക്ക് അവരെ അള്ളാഹു നീട്ടിക്കൊണ്ടുപോവുകയാണ്. അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല. ഈ പച്ച പാവങ്ങളെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നശിച്ചു കാണണമെന്ന് വിചാരിച്ച് അസൂയ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടി, അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. ഹറാമിന്റെ ഹറാമാണ്, വെറും ഹറാമല്ല, അക്ബറുൽ കബായിർ, വൻപാപങ്ങളുടെക്കാളും വലിയ വൻപാപമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സിഹറിന്റെ ഷർറിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സാഹിരീങ്ങൾ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സൂറത്തുൽ ബഖറ നന്നായിട്ട് ഓതിക്കോളി, ആയത്തുൽ കുർസി ഓതിക്കോളി, ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലകും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ധാരാളം ഓതിക്കോളൂ. നമ്മുടെ വീടുകൾക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ അതാണ്. പിന്നെ അദ്കാറുകൾ, നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന അദ്കാറുകളുണ്ട്. അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ചില ദിക്റുകളുണ്ട്. അതൊക്കെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആയിരിക്കും. പിന്നെ അത് ബൂമറാങ്, എറിഞ്ഞാങ്ങോട്ട് തിരിച്ചു വരും, അവരുടെ ദേഹത്ത് തട്ടില്ല. സിഹർ കൊള്ളാത്ത ആളുകളുണ്ട്, എത്ര ചെയ്താലും കൊള്ളൂല. സാഹിര്യങ്ങൾ പലതും മാറ്റി മാറ്റി ചെയ്യും, കൊള്ളൂല. എന്തേ? അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് കുറെ നല്ല മനുഷ്യന്മാർ കഴിച്ചിലായി പോകുന്നത്. അല്ലാത്തൊരു വീണുപോകും. ഖുർആൻ എടുത്ത് നോക്കാത്ത ആളുകളാണ്, ഓതാത്ത ആളുകളാണ്. ഏതെങ്കിലും ഒരുത്തിന് അസൂയ തോന്നിയാൽ മതി. നമ്മൾ എവിടെ നിന്ന് അതൊക്കെ വരെ എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ.